ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാനെന്നല്ല, കുറച്ച് വിഷമമായിട്ടുള്ളൊരു കാര്യം പറയാനാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം വിചാരിച്ചിട്ട്, എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും ഇനി പറ്റരുത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. നമ്മളൊക്കെ കിച്ചണിൽ പണിയെടുക്കുന്ന ആളുകളാണല്ലേ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുക, പെട്ടെന്ന് തന്നെ കിച്ചണിൽ പണികളൊക്കെ കഴിച്ചിട്ട് വേഗം കിച്ചണിൽ നിന്ന് പോരുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം കത്തിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അത്ര കെയർ അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പണിയാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ നാട്ടിലുള്ള സമയത്താണ് നമുക്ക് ഇത്ര ഒരു വിഷയം ഉണ്ടാവില്ല. കാരണം നമ്മൾ അടുത്ത് നമ്മളെ ഫാമിലീസും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു വിഷയമായി തോന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കിച്ചണിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മക്കൾ എന്നോട് പറഞ്ഞാൽ സ്ട്രോബെറി കഴിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചോക്ലേറ്റിലോ അല്ലെങ്കിൽ ന്യൂട്രലിയിലോ ഡിപ്പ് ചെയ്തിട്ട് സ്ട്രോബെറി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ സ്ട്രോബെറി കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ വെക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, സ്മൂത്തി അടിക്കാൻ ഏറ്റവും നല്ലത് ഫ്രീസറിൽ വെച്ചിട്ട് സ്മൂത്തി അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രോബെറി കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത സമയത്ത് അതൊരു കല്ല് പോലെ നല്ല കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികൾക്ക് അത് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവും വേണം. പിന്നെ എനിക്ക് ന്യൂട്രലിൻ്റെ ആ ബോട്ടിൽ കൈയിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളൊരു മടി വെച്ചിട്ട് ഞാൻ എന്താ പറ്റി, ഒരു കത്തി എടുത്തിട്ട്, നല്ല കൂർപ്പുള്ളൊരു കത്തി എടുത്തിട്ട് സ്ട്രോബെറിനെ അങ്ങനെ കത്തി വെച്ചിട്ട് കുത്തിയിട്ട് ന്യൂട്രലയിൽ ഇങ്ങനെ ബോട്ടിലിട്ടിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ട്രോബെറിമേ ഞാൻ ആ കത്തി വെച്ചിട്ടൊന്ന് കുത്തിയതാട്ടോ. കുത്തിയ സമയത്ത് സ്ട്രോബെറിമേ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറിയിട്ട് താഴെ വീണ്. പക്ഷേ കത്തി ചെന്ന് നേരെ എൻ്റെ കൈൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങി നല്ലൊരു മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്ര തോനെ ബ്ലഡ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പറ്റിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടോ. കാരണം ഒരു പമ്പയുടെ രൂപത്തിൽ ബ്ലഡ് വരാൻ തുടങ്ങിയിട്ടോ. ആദ്യം കാക്കു ഇവിടെ ഇല്ല, മക്കളും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ ആ കത്തി പുതിയതായിട്ട് വാങ്ങിയൊരു കത്തിയാണ്, നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു കേട്ടോ. അപ്പം മക്കളെ കാണിച്ചു കൊടുത്ത് അവർക്ക് ഇത്ര ബ്ലഡ് വരുന്നുണ്ട്, അവർ പേടിക്കും. അതുകൊണ്ട് തന്നെ മക്കളെ കാണിക്കാതെ ഞാൻ കിച്ചണിലുള്ള സിങ്കിൽ പൈപ്പ് തുറന്നിട്ടിട്ട് കുറച്ച് സമയം കൈ ഇങ്ങനെ ബ്ലഡൊന്ന് പോകാനും വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പിൻ്റെ താഴെ പിടിച്ചു നിന്നിട്ടോ. പക്ഷേ ബ്ലഡ് നിൽക്കണ ഒരു പരിപാടിയില്ല, ബ്ലഡ് കൂടുതൽ വരാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ബ്ലാങ്കായി ഇങ്ങനെ നിൽക്കട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ചധികം വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഞാൻ, പക്ഷെ എന്നിട്ടൊന്നും ബ്ലഡ് നിൽക്കണ ഒരു പരിപാടിയില്ല. പിന്നെ ഞാൻ മൂത്ത ആളെ വിളിച്ചിട്ട് ഞാൻ കാക്കുവിനെ വിളിക്കാൻ വേണ്ട. കാക്കു ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര പേടി. ഇവിടെയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് പേടി എന്താ വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളടുത്ത ആളുകളുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരും ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഇങ്ങനെ പറ്റുന്നതിൻ്റെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ. അപ്പം മോളോട് ഞാൻ കാക്കുവിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ മക്കൾ ഭയങ്കര കരച്ചിലിട്ടോ. അവർക്ക് ബ്ലഡ് വരുന്ന കണ്ടിട്ട് ഭയങ്കര കരച്ചിൽ. കിച്ചൺ മുതൽ നമ്മുടെ റൂമിൽ മൊത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലഡ് കേട്ടോ. അത്ര തോന്നെ ബ്ലഡ് വരികയാണ്. എന്താ ചെയ്യേണ്ടതെന്നും എനിക്ക് അറിയണേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ചെറിയ ഒരു പ്രായത്തിലൊക്കെ ഞാൻ ഉമ്മയൊക്കെ കൈമലൊക്കെ മുറിയായി കഴിഞ്ഞാൽ അവർ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് മുറിമ്പിടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് അധികം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് തന്നെ മുറിമ ആ ബ്ലഡ് വരുന്നെടുത്തിട്ട് കേട്ടോ. പക്ഷേ ബ്ലഡ് നമ്മൾ എത്ര മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും മുണ്ടോണ്ട് മുറുക്കി കെട്ടിയിട്ടൊന്നും ബ്ലഡ് നിൽക്കുന്നില്ല. അതിൻ്റെയൊക്കെ മുകൾക്ക് ഇങ്ങനെ വരിക. അതിൽ പിന്നെ മോള് കാക്കുവിനെ വിളിച്ചു. കാക്കു കുറച്ച് ദൂരത്തായിരുന്നു കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ വരാൻ കൈ പൊക്കി പിടിക്കാനോ അല്ലെങ്കിൽ ആ മുറിമ്മൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുവോളം ബ്ലഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കൈ വേദന, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ കൈ കൊണ്ട്. ഏതായാലും കാക്കു വന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടറിന് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരാൻ വിചാരിച്ചിട്ടാട്ടോ പോയത്. പക്ഷെ അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഉള്ളിലേക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റിച്ച് ഇടാതെ ഒരു വഴിയില്ലാന്ന് കേട്ടോ. എനിക്കാണെങ്കിൽ ഹോസ്പിറ്റല്, സ്റ്റിച്ച്, ഇഞ്ചക്ഷൻ ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാട്ടോ ഞാൻ.
എന്നാലോ എനിക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥലം ഹോസ്പിറ്റൽ തന്നെയാവും കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ നോക്കിയ സമയത്ത് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മളോട് ഡ്രസ്സ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാമെന്നും പറഞ്ഞിട്ടോ. ഏതായാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ ഒരു സമയത്ത് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു സമാധാനത്തിൽ ഏതായാലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ ജോലി എടുക്കുന്ന ആളുകളാണ്, വീട്ടമ്മമാർ പ്രത്യേകിച്ച്. നമ്മളെല്ലാവരും ധൃതി പിടിച്ച് പിന്നെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് കിച്ചണിൽ പോരുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. കത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ പണികളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. എനിക്ക് ഇവിടെ കാക്കു പറയുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കും എന്നുള്ളൊരിതുകൊണ്ട് നമ്മൾ അധികം കെയർ ചെയ്യാതെ പല സംഭവങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യും കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് പറ്റുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പുമെന്ന് നന്നായിട്ട് പൊള്ളും കേട്ടോ, കൈ പൊള്ളും. പിന്നെ കുക്കറുമെന്ന് കൈ പൊള്ളും. അങ്ങനെ അധികം എൻ്റെ കയ്യിലൊക്കെ പിന്നെ നമ്മുടെ തീ പൊള്ളലിൻ്റെ പാടുകളുണ്ടാവും കേട്ടോ. കത്തി വെച്ചിട്ടുള്ളതും ഉണ്ടാകാറുണ്ട്. പക്ഷെ കത്തി വെച്ചിട്ട് ഇത്ര വലിയൊരു പിന്നെ മുറിവ് ആദ്യമായിട്ടാണ് എനിക്ക് ഉണ്ടാകുന്നത്. ചെറിയ മുറിവുകളുണ്ടാവും, അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെയാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡിലാണ് ചെയ്യുന്നത്, എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും ഒരു കെയർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണിട്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ എനിക്കിത് ഒരു അനുഭവത്തിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2-3 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, മുറി പറ്റിയ സമയത്ത് ഡോക്ടർ അടുത്തേക്ക് പോയെന്നും പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം നമ്മൾ പുറത്തുനിന്ന് തന്നെയായിരുന്നു ഫുഡ്. പിന്നെ ഞാൻ പറഞ്ഞു കാക്കുനോട് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാം. മോള് കുറച്ചൊക്കെ സഹായിച്ചിട്ടോ. അവൾ പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ എനിക്കിങ്ങനെ വീട്ടിൽ നമ്മുടെ മുറ്റടിക്കുക, അകമടിക്കുക അങ്ങനത്തെ പരിപാടികൾ ചെയ്യാന്നല്ല, അവർ കിച്ചണിലൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ചിരിച്ചിട്ട് അവൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യണ കണ്ടുകൊണ്ട് ഏതായാലും ഒരു കുഴപ്പമൊന്നുമില്ലാതെ മാഷാല്ലാ പിന്നെ അൽഹംദുലില്ലാ അപ്പം കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാ പരിപാടികളും നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിട്ട് അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.